സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപനത്തിന് 100 വയസ്സ്. റൊമാനി പൊന്തിഫിക്കസ് എന്ന തിരുവെഴുത്തുവഴി 1923 ഡിസംബർ 21-ന് പരിശുദ്ധ പിതാവ് 11-ാം പീയൂസ് മാർപ്പാപ്പയാണ് സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിച്ചത്. എറണാകുളത്തെ അതിരൂപതാ പദവിയിലേക്ക് ഉയർത്തുകയും തൃശൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം എന്നിവയെ സാമന്ത രൂപതകളാക്കി നിശ്ചയിക്കുകയും ചെയ്തുകൊണ്ട് മാർപ്പാപ്പയെടുത്ത ഈ തീരുമാനത്തെ തുടർന്ന് സഭയുടെ നാളിതുവരെയുള്ള വളർച്ച അത്ഭുതാവഹമാണ്. ക്വാഡ് ഇയാംപ്രിഡം എന്ന തിരുവെഴുത്തുവഴി 1887 മെയ് 20-ന് 13-ാം ലയോ മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് കോട്ടയം, തൃശൂർ എന്നീ 2 വികാരിയാത്തുകൾ സ്ഥാപിക്കുന്നതോടുകൂടിയാണ് സീറോ മലബാർ ഹൈറാർക്കിക്ക് ആരംഭം കുറിക്കുന്നത്. കോട്ടയം വികാരിയാത്തിൽ അന്ന് 96 ഇടവകകളും 1.2 ലക്ഷം വിശ്വാസികളും 271 ഇടവക വൈദികരും, തൃശൂർ വികാരിയാത്തിൽ 83 ഇടവകകളും 1 ലക്ഷം വിശ്വാസികളും 123 ഇടവക വൈദികരുമാണ് ഉണ്ടായിരുന്നത്. 2023 സീറോ മലബാർ സഭയുടെ ഹൈറാർക്കി സ്ഥാപിച്ചതിന്റെ ശതാബ്ദിയാണ്. 1923 ഡിസംബർ 21-ന് 11-ാം പീയൂസ് മാർപ്പാപ്പ റൊമാനി പൊന്തിഫിക്കസ് എന്ന വിളംബരം വഴി സീറോ മലബാർ സഭയ്ക്ക് ഒരു ഹൈറാർക്കി അനുവദിച്ചതുവഴി സഭ സ്വയംഭരണത്തിന്റെ 2ാമത്തെ പടി കടക്കുകയായിരുന്നു. 1ാമത്തെ പടി 1887-ൽ സീറോ മലബാർ സഭയെ ലത്തീൻ സഭയിൽ നിന്ന് വേർപെടുത്തി 2 സ്വതന്ത്ര സീറോ മലബാർ വികാരിയാത്തുകൾ അനുവദിച്ച് തന്നതായിരുന്നു. ഇതിന് നൂറ്റാണ്ടുകൾ നീളുന്ന ചരിത്ര പശ്ചാത്തലമുണ്ട്. സീറോ മലബാർ സഭയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് 1887-ഓടുകൂടിയാണ്. സഭയ്ക്ക് സീറോ മലബാർ എന്ന പേര് ലഭിക്കുന്നതും ലത്തീൻ ഭരണത്തിൽ നിന്ന് മാറ്റി സ്വയംഭരണാർത്ഥം 2 സീറോ മലബാർ വികാരിയാത്തുകൾ ലഭിക്കുന്നതും 1887-ലാണ്. 13-ാം ലയോ മാർപ്പാപ്പ ക്വാഡ് ഇയാംപ്രിദം എന്ന തിരുവെഴുത്തുവഴി 1887 മെയ് 20-ന് സീറോ മലബാർ സഭയ്ക്ക് കോട്ടയം, തൃശൂർ എന്നീ 2 വികാരിയാത്തുകൾ സ്ഥാപിക്കുന്നതോടുകൂടിയാണ് സീറോ മലബാർ ഹൈറാർക്കിക്ക് ആരംഭം കുറിച്ചത്. എന്നാൽ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കോട്ടയം വികാരിയാത്ത് നിലനിർത്തിക്കൊണ്ട് ചാൾസ് ലെവീഞ്ഞ് മെത്രാൻ വികാരിയാത്തിന്റെ ആസ്ഥാനം 1891-ൽ റോമിന്റെ അനുവാദത്തോടെ ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റി. 1896 ജൂലൈ 28-ന് 13-ാം ലയോ മാർപ്പാപ്പ ക്വയെ റീ സാക്രിയെ എന്ന തിരുവെഴുത്തുവഴി തൃശൂർ, ചങ്ങനാശ്ശേരി, എറണാകുളം എന്നീ സീറോ മലബാർ വികാരിയാത്തുകൾ 3ആയി പുനഃക്രമീകരിച്ചു. അങ്ങനെ സീറോ മലബാർ സഭയിൽ ലത്തീൻ, കൽദായ എന്നീ ഭരണസീമകൾ ഇല്ലാതായി. തൽസ്ഥാനത്ത് സീറോ മലബാർ ഭരണക്രമം നിലവിൽ വന്നു. പിന്നീട് 1911-ൽ ക്നാനായക്കാർക്കായി കോട്ടയം വികാരിയാത്ത് സ്ഥാപിക്കുകയും ചെയ്തതോടെ ഹൈറാർക്കി സ്ഥാപനത്തിന്റെ പ്രാഥമിക ഘട്ടം പൂർത്തിയായി എന്ന് പറയാം. 1917 മെയ് 1-ന് 15-ാം ബെനഡിക്ട് മാർപ്പാപ്പ ദേ പ്രൊവിഡന്റിസ് എന്ന വിളംബരം വഴി പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള തിരുസംഘം സ്ഥാപിക്കുകയും സീറോ മലബാർ സഭയെ ഒരു പൗരസ്ത്യ സഭയായി അംഗീകരിക്കുകയും ചെയ്തു. 3 നൂറ്റാണ്ടുകൾ ഈ സഭ ലത്തീൻ സഭയുടെ കീഴിലായിരുന്നു എങ്കിലും പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള തിരുസംഘം ആരംഭിച്ചപ്പോൾ ഈ സഭയെ സംശയലേശമെന്നേ അതിന് കീഴിൽ കൊണ്ടുവന്നത് പൗരസ്ത്യ സഭകളോടുള്ള റോമിന്റെ തുറന്ന മനോഭാവമാണ്. 1923 ഡിസംബർ 21-ന് റൊമാനി പൊന്തിഫിക്കസ് എന്ന തിരുവെഴുത്തുവഴി 11-ാം പീയൂസ് മാർപ്പാപ്പ എറണാകുളം കേന്ദ്രമാക്കി സീറോ മലബാർ സഭ ഹൈറാർക്കി സ്ഥാപിച്ചതോടെ അന്നുണ്ടായിരുന്ന 4 വികാരിയാത്തുകളും രൂപതകളാവുകയും അതിൽ എറണാകുളത്തെ അതിരൂപതയാക്കി ഉയർത്തി സഭാകേന്ദ്രമായും തൃശൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം എന്നിവയെ സാമന്ത രൂപതകളായും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സഭയ്ക്ക് ഹൈറാർക്കി സ്ഥാപിക്കാനുള്ള കാരണമായി പരിശുദ്ധ പിതാവ് തിരുവെഴുത്തിൽ കാണിക്കുന്നത് നാട്ടുമെത്രാന്മാരുടെ കഴിവുറ്റ നേതൃത്വം, വിശ്വാസികളുടെ ശക്തമായ വിശ്വാസ ജീവിതം, പരിശുദ്ധ മറിയത്തോടുള്ള ഗാഢമായ ഭക്തി, വൈദികരോടും മെത്രാന്മാരോടും പരിശുദ്ധ സിംഹാസനത്തോടുമുള്ള സഭാതനയരുടെ ബഹുമാനാദരവ് എന്നിവയാണ്. ഇന്ന് സീറോ മലബാർ സഭയ്ക്ക് 50 ലക്ഷത്തിലധികം വിശ്വാസികളും 35 രൂപതകളും 3000-ഓളം ഇടവകകളും ഉണ്ട്. 1000-ലധികം മിഷൻ സ്റ്റേഷനുകളും അജപാലന ശുശ്രൂഷ നടത്തുന്ന 4500-ലധികം ഇടവക വൈദികരും ഉണ്ട്. അജപാലന ശുശ്രൂഷ നടത്തുന്ന 3500-ലധികം സന്യാസ വൈദികർ, 1300-ലധികം മേജർ സെമിനാരിക്കാർ, 5500-ലധികം സന്യസ്തർ, 33,000-ലധികം സന്യാസിനിമാർ, 50,000-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 3200-ലധികം സാമൂഹ്യ പ്രവർത്തന കേന്ദ്രങ്ങൾ. ഇങ്ങനെ പോകുന്നു സീറോ മലബാർ സഭയുടെ വളർച്ചയുടെ രേഖകൾ. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.